ചില കൂട്ടിച്ചേർക്കലുകളെല്ലാം വരുത്തിക്കൊണ്ടുള്ളതാണ് പുതിയ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിലുള്ള പരിഗണന അതിൽ ലഭിച്ചിട്ടുണ്ട്. 22 പദ്ധതികൾ പയ്യന്നൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 7 പദ്ധതികൾ പദ്ധതി അടങ്കലിന്റെ 20% ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാൽ അതിന്റെ നടപടികൾ ആരംഭിക്കാമെന്നതാണ് പൊതുവായ കീഴ്വഴക്കം. അതനുസരിച്ച് 7 പദ്ധതികൾ 20% തുക ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ASും TSും എല്ലാം വാങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള 15 പദ്ധതികൾ അതിൽ ടോക്കൺ എമൗണ്ട് മാത്രമാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. അതെല്ലാ ബഡ്ജറ്റിലും ആ നിലയിൽ തന്നെയാണ്. അപ്പം അത് പിന്നീട് അതിൻ്റെ തുടർ നടപടികളുമായി ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. പിന്നീട് അതിൻ്റെ TSും ASും എല്ലാം വാങ്ങേണ്ടതുണ്ട്. അതിന് ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ളതാണ് 15 ഇനങ്ങൾ ഉള്ളത്. ഏതായാലും പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ബസ് സ്റ്റാൻഡ് വലിയൊരു വിഷയമായി നിലനിൽക്കുന്നതാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. സാധാരണ ബസ് സ്റ്റാൻഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ഗവൺമെന്റ് നേരിട്ട് അതിന് സാമ്പത്തിക സഹായം നൽകാറില്ല. അപ്പോൾ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോയാൽ സമീപകാലത്തൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ മാർഗം എന്ന നിലയിൽ ഒരു ആലോചന നടത്തിയപ്പോൾ കേന്ദ്ര ഫണ്ട് അതിനുവേണ്ടി അനുവദിക്കാം എന്ന ഒരു ഉപദേശം ലഭിക്കുകയുണ്ടായി. ആ നിലയിൽ ഞാൻ പയ്യന്നൂരിൻ്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ എഴുതി നൽകിയതിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന നിലയിലാണ് അത് എഴുതി കൊടുത്തത്. ആ നിലയിൽ അത് ബഡ്ജറ്റിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുക സംബന്ധിച്ചൊരു സംശയമുണ്ട്. അത് ഓൺലൈനിൽ 8 കോടി എന്നുള്ള നിലയിലാണ്. പ്രിന്റഡ് ബുക്കിൽ 5 കോടി എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. അത് അടുത്ത തിരുവനന്തപുരം തിങ്കളാഴ്ച ബജറ്റ് സമ്മേളനമുണ്ട്. പോയാൽ അത് നമുക്ക് സംശയം ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. അത് 5 കോടിയാണോ 8 കോടിയാണോ എന്നുള്ളത് ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഒന്നും നേരത്തെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതി കൊടുത്തപ്പോൾ ഇത്ര സംഖ്യ എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് എത്ര കോടി എന്ന് പറയാൻ സാധിക്കാത്തത്. അപ്പോൾ 5 കോടിയാണോ 8 കോടിയാണോ എന്നത് സംബന്ധിച്ച് സംശയമുണ്ട്. ഏതായാലും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ആ ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിക്കാൻ ഗവൺമെന്റ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ ഒരു ശാപമോക്ഷത്തിന് ഇടവരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ബസ് സ്റ്റാൻഡ് കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ റോഡ് വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ്. നേരത്തെ നേവൽ അക്കാഡമിയുടെ ഭാഗമായി ഒരു റോഡ് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പിന്നീട് നേവൽ അക്കാഡമി ആ പ്രപ്പോസൽ ഉപേക്ഷിച്ചു. അപ്പോൾ അത് വരാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഇതിനെ ഹൈവേയുമായി എങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിക്കും
എന്ന നിലയിൽ ആലോചിച്ചുകൊണ്ടൊരു പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. അതിനുവേണ്ടിയും 5 കോടി നീക്കിവെക്കാൻ ഈ ബജറ്റിൽ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരുമ്പ ചെറിയ പുഴ പുതിയ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പെരുമ്പ തോടിന് ഒരു പാലം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അങ്ങോട്ട് പോകാൻ സാധിക്കൂ. അതിനൊരു 1.5 കോടി ഈ ബജറ്റിൽ നീക്കിവെക്കാൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റോഡിൻ്റെ പാലം അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരേണ്ടതാണ്. അങ്ങനെ ഒരു പ്രപ്പോസൽ കൂടി ഈ ബജറ്റിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റോഡും ഇതിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഒരു വലിയ പദ്ധതി പുളിയത്ത് കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അത് തൃക്കരിപ്പൂരുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഒന്ന്, ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു പാലമായി വാഹനം പോകാനുള്ള സൗകര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാകണം എന്ന നിലയിൽ നേരത്തെ ആവശ്യം ഉയർന്നു വന്നതാണ്. അതിനൊരു 80 കോടി അതിന് മാറ്റി ഒരു പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏഴിമല ടോപ്പ് റോഡ് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 14 കോടി ഇതിൻ്റെ ഭാഗമായി പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിയേറ്റർ കോംപ്ലക്സ്, നമ്മളെ സിനിമ തിയേറ്റർ കോംപ്ലക്സ് അത് പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. അത് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 5 കോടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ബാധ്യത വരുന്നതാണ്. അപ്പോൾ അതുൾപ്പെടെ ഇതിൽ അംഗീകരിക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. ആ തിയേറ്റർ കോംപ്ലക്സിനോടൊപ്പം തന്നെ പയ്യന്നൂർ തിയേറ്റർ കോംപ്ലക്സ്, പീപ്പിൾസ് തിയേറ്റർ കോംപ്ലക്സ് എന്ന നിലയിൽ 1 കോടി രൂപ ഇതിൽ ഒരു പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. അത് ഈ നാടക പരിശീലനവും റിഹേഴ്സലും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് ആലോചിച്ചത്. അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടത്. ഈ 2 കാര്യം വന്നപ്പോൾ ആളുകളിൽ സംശയം ഉണ്ടാകുന്നുണ്ട്. ഇതെന്താ 2 തിയേറ്റർ എന്ന രീതിയിലുള്ള സംശയം ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, 5 കോടി സിനിമ തിയേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. 1 കോടി ഈ നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തിയേറ്റർ എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. പയ്യന്നൂർ ഏച്ചിലാം വയലിലുള്ള വാനനിരീക്ഷണ കേന്ദ്രം അതിന് നേരത്തെ ഫണ്ട് ഗവൺമെൻറ് അനുവദിച്ചതാണ്. അതിൻ്റെ പദ്ധതി പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മതിയാകില്ല എന്ന് കണ്ട് അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള 1 കോടി രൂപ ഇതിൽ അംഗീകരിച്ചിട്ടുണ്ട്. ചെറുപുഴ പഞ്ചായത്തിൽ ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. പുളിങ്ങോം ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു 50 ലക്ഷത്തിൻ്റെ പദ്ധതി ഇതിൽ അംഗീകരിച്ചിട്ടുണ്ട്. ചെറുപുഴ പാലം മുതൽ ആയന്നൂർ കടുമേനി ഭാഗത്തേക്കുള്ള റോഡ് 4 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. ചെറുപുഴ തേജസ്വിനി പുഴയോരം ടൂറിസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിന് വേണ്ടി 5 കോടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാടിയോട്ടിയാൽ ചെറുവാറ തിമിരി പെരുവാമ്പ റോഡ് അതിന് 7 കോടി രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപുഴയുടെ സൈഡ് കെട്ടി നവീകരിക്കാനുള്ള ഒരു പദ്ധതി 3 കോടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലയിൽ ചെറുപുഴ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വേണ്ടത്ര വികസനം എത്താത്ത പ്രദേശമെന്ന രീതിയിൽ കുറച്ച് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ AE ഓഫീസ്, അവിടെ ഒരു വിദ്യാഭ്യാസ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 2 കോടി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
മാടിച്ചാൽ വൈക്കര ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് വേണ്ടി 4 കോടി അനുവദിച്ചിട്ടുണ്ട്. എരമം IT പാർക്ക് അല്ലെങ്കിൽ വ്യവസായ പാർക്ക് അതേതാന്ന് ഇതുവരെ ഉറപ്പുവരുത്തിയിട്ടില്ല. അത് രണ്ടും ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ പേര് തന്നെ ഉള്ളത്. IT പാർക്കിന് വ്യവസായ പാർക്കിന് എന്ന് പറഞ്ഞുകൊണ്ടാണുള്ളത്. ഒരു 5 കോടി രൂപ അതിനു വേണ്ടി പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. കരിവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. വെട്ടിക്കുളം ബീച്ച് നവീകരണത്തിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അരവഞ്ചാല് പുറക്കുന്ന മാധവങ്ങലം റോഡ് അതിന് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ചിറ നവീകരണത്തിന് അത് സൗന്ദര്യവൽക്കരണം നടപ്പാക്കാനും 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കോറം ഹയർ സെക്കൻഡറി കെട്ടിടം അതിന് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിലുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിക്കാൻ സന്നദ്ധമായിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബഡ്ജറ്റ് നേരത്തെ LDF ഗവൺമെന്റിന്റെ കാലത്ത് അംഗീകരിച്ചതാണ്, നിയമസഭ പാസാക്കിയതാണ്. അപ്പോൾ ആ ബഡ്ജറ്റ് പൂർണ്ണമായും മാറ്റി പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പുതിയ ഗവൺമെന്റിന് സാധിക്കുന്നതല്ല. അതിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്താൻ മാത്രമേ സാധിക്കൂ. അപ്പോൾ ആ നിലയിലാണ് പുതുക്കിയ ബഡ്ജറ്റ് ഈ നിയമസഭയിൽ ഇന്നലെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പയ്യന്നൂരിന്റെ ആവശ്യകതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒട്ടേറെ ആവശ്യങ്ങൾ ഇനിയും നമുക്ക് നേടിയെടുക്കാനുണ്ട്. എങ്കിലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നല്ല പരിഗണന പയ്യന്നൂരിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് MLA എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടതുണ്ട്. അപ്പോൾ പയ്യന്നൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു വികസന രേഖയ്ക്ക് രൂപം നൽകണം എന്ന് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. അത് ഈ ബഡ്ജറ്റ് സമ്മേളനം കഴിയുന്നതോടുകൂടി വിപുലമായ ഒരു വികസന സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ അതുപോലെ തന്നെ സംഘടനകളുടെ അതോടൊപ്പം തദ്ദേശ ഭരണാധികാരികളുടെ ഒക്കെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു വികസന രേഖയ്ക്ക് രൂപം നൽകാൻ സാധിക്കണം എന്നതാണ് ആഗ്രഹം. അതിനൊരു കരട് വികസന രേഖ തയ്യാറാക്കി അതിൽ അവതരിപ്പിക്കും. അതിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ആ വികസന രേഖയ്ക്ക് അന്തിമ രൂപം നൽകാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ അതിന് മുൻഗണന നിശ്ചയിക്കാൻ സാധിക്കണം എന്ന അഭിപ്രായമുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് നടപ്പാക്കേണ്ടുന്ന പദ്ധതികൾ ഏതൊക്കെ, ഒരല്പം സാവകാശം എടുത്തുകൊണ്ട് നടപ്പാക്കേണ്ടുന്ന പദ്ധതികൾ ഏതൊക്കെ എന്ന രീതിയിൽ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതാണ് നിലവിലുള്ള ഒരു ധാരണ. അപ്പോൾ ആ നിലയിലേക്ക് ഏറെ വൈകാതെ തന്നെ ബജറ്റ് സെഷൻ അവസാനിച്ചതിന് ശേഷം അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞത്, ഈ ചെറുപുഴ പഞ്ചായത്തിൽ ഈ പദ്ധതികളൊക്കെ അനുവദിച്ചപ്പോൾ അത് ചിലരുടെ വ്യക്തികളുടെ ഒരിടപെടലിന്റെ ഫലമായി അനുവദിച്ചതാണ് എന്ന് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു കാര്യം സൂചിപ്പിക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി. വ്യക്തികളൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഇത് MLA എന്ന രീതിയിൽ മണ്ഡലത്തിൽ നടക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ MLA നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ വിഷയങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തികൾ നിവേദനം കൊടുത്തില്ല എന്ന അർത്ഥത്തിലേ അല്ല. അപ്പൊ നിവേദനം വ്യക്തികൾ കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ബഡ്ജറ്റിൽ അത് ഉൾപ്പെടണമെന്നില്ല. അപ്പൊ MLA എന്നുള്ള രീതിയിൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി MLAക്ക് സമർപ്പിക്കുകയും അത് MLA ഗവൺമെന്റിന് നൽകി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം
എന്നാവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ചെറുപുഴ പഞ്ചായത്തിലെ ഈ കാര്യങ്ങളെല്ലാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ ഒരു പ്രചരണം അവിടെ നടക്കുന്നുണ്ട് എന്ന് ഇന്ന് രാവിലെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം.